ഭക്ഷണം എങ്ങനെയുണ്ട്? ഇഷ്ടവിഭവം എന്താണ് ശരിക്കും മിനിസ്റ്ററിന്? ഞാൻ ഇഡ്ഡലിയും ദോശയും പുട്ടുമൊക്കെ ഉള്ള ഒരു സാധാരണക്കാരനാണല്ലോ. അതിന് ഏറ്റവും നല്ല ഭക്ഷണം. കുട്ടികൾക്കൊപ്പം കലോത്സവ വേദിയിലെ പ്രഭാത ഭക്ഷണം ആസ്വദിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. നല്ല ചൂടുള്ള ഇഡ്ഡലി, ചട്നി, സാമ്പാർ ഒക്കെ തന്നെ മന്ത്രിക്കും കുട്ടികൾക്കും ഇവിടെ സംഘാടകർ വിളമ്പിക്കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം പൈടം മോഹനൻ നമ്പൂതിരി നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു പാചകപ്പുരയാണ്. നല്ല ചക്കപ്രഥമനായിരുന്നു ആദ്യ ദിവസം ഉണ്ടായിരുന്നത്. നവധാന്യ ദോശയും ഉണ്ടായിരുന്നു. മിനിസ്റ്റർ നമ്മോടൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, ആദ്യ ദിവസം പിന്നിടുമ്പോൾ നല്ല പ്രകടനങ്ങൾ വേദിയിൽ കാണുന്നുണ്ട്. നല്ല പോരാട്ടവും അതേസമയം നല്ല ക്വാളിറ്റിയുള്ള പ്രകടനങ്ങളും. എങ്ങനെയാണ് കലോത്സവത്തെ നോക്കി കാണുന്നത്? പൊതുവിൽ നല്ല മെച്ചപ്പെട്ട കലോത്സവമാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും കഴിയാത്ത കാര്യമാണ് നമ്മുടെ കേരള സംസ്ഥാനം നടത്തുന്നത്. ഇന്നലെയെല്ലാം മത്സരാർത്ഥികളുടെക്കാൾ എത്രയോ ഇരട്ടി ആൾക്കാരാണ് ഭക്ഷണം കഴിച്ചത്. ഞങ്ങളുടെ കണക്കനുസരിച്ചാണെങ്കിൽ ഒരു 16,000-17,000 പേര് ഭക്ഷണം കഴിച്ചു കാണും. അതിനൊന്നും നിയന്ത്രണം ഏർപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇന്നലെ മത്സരങ്ങളെ കുറിച്ച് താമസിച്ചു. കാരണം ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ സംഗതി ആയതുകൊണ്ട്. പിന്നെ ഇവിടെ ഈ കൃത്യസമയത്തിന് അവസാനിപ്പിച്ചാലും പ്രശ്നമാണ്. ആൾക്കാരെല്ലാം കാണാൻ ഇറക്കുന്നത് ഒരു 9 മണിക്ക് ശേഷം. അപ്പോൾ ഇന്നലെ എല്ലാം റെഡിയായി, നന്നായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ കൃത്യസമയത്ത് തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. നാടകത്തിലൂടെയൊക്കെ താമസിക്കാൻ സാധ്യതയുണ്ട്. നാടകം താമസിക്കാൻ സാധ്യതയുണ്ട്. പൊതുവിലെല്ലാം കൺട്രോൾഡാണ്, ഒരു പ്രശ്നമില്ല. ഭക്ഷണം എങ്ങനെയുണ്ട്? ഇഷ്ടവിഭവം എന്താണ് ശരിക്കും മിനിസ്റ്ററിന്? ഞാൻ ഇഡ്ഡലിയും ദോശയും പുട്ടുമൊക്കെ ഉള്ള ഒരു സാധാരണക്കാരനാണല്ലോ. അതിന് ഏറ്റവും നല്ല ഭക്ഷണം. ഉഷാറായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചക്കപ്രഥമൻ കഴിച്ചിരുന്നോ? കുറച്ച് കഴിച്ചായിരുന്നു. ഉഷാറായി. മിനിസ്റ്റർക്കൊപ്പം ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, എല്ലാവർക്കും കിട്ടാറില്ല. എവിടുന്നാണ് വരുന്നത് കുട്ടി? SVGVHS കിടങ്ങന്നൂർ. ഏത് മത്സരങ്ങളിലൊക്കെയാണ് പങ്കെടുക്കുന്നത്? സ്കിറ്റ് ഉണ്ട്, കഥാപ്രസംഗം, മാർഗംകളി, തിരുവാതിര, അങ്ങനെ കുറെ ഉണ്ട്. ഫുഡൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടോ? മോളെ എന്താണ് പറയാനുള്ളത്? സന്തോഷം. ഫുഡൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. മന്ത്രിയോട് എന്തെങ്കിലും പറയാനുണ്ടോ? അടുത്ത് കിട്ടിയിരിക്കുക വിദ്യാഭ്യാസ മന്ത്രിയെ. എത്ര പഠിക്കുന്ന കുട്ടിയാണ്? എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇപ്പോൾ പറയാട്ടോ. പുതിയ തലമുറയുടെ വാക്കുകളും ഇതൊക്കെ തന്നെ നമുക്കൊരു ആവേശമായി തോന്നാറുണ്ടല്ലേ മിനിസ്റ്റർ പലപ്പോഴും? പിന്നെ അവരെന്താ പറഞ്ഞേ? മോളെന്താ പറഞ്ഞേ? അല്ല, അങ്ങനെയല്ല. മൊത്തത്തിലേ ജെൻസി എന്ന് പറയപ്പെടുന്ന പുതിയ കുട്ടികളുടെ ഒരു ഈ ഇത്തരം കലകളോടുള്ള ഒരു സമീപനവും ആറ്റിറ്റ്യൂഡും ഒക്കെ തന്നെ. കഴിഞ്ഞ ദിവസം അതിജീവിതയുടെ കാര്യമൊക്കെ താങ്കൾ വേദിയിൽ പറയുന്നുണ്ടല്ലോ, ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക്. അതൊക്കെ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടു കുട്ടികൾക്കിടയിലൊക്കെ. പുതിയ തലമുറയുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ സിലബസിൽ പോലും മാറ്റം വരുത്തുകയാണ്. അതാണ് ഇന്നലെ അവിടെ പറഞ്ഞത്. പരീക്ഷ രീതിയിൽ മാറ്റം വരുത്തുകയാണ്. പ്രതീക്ഷ അവരിലാണ്. താങ്ക് യു മിസ്റ്റർ, താങ്ക് യു. എന്തായാലും വലിയ രീതിയിൽ ഭക്ഷണം ആസ്വദിക്കുന്നുണ്ട് മന്ത്രിയും കുട്ടികളും. കലോത്സവ ഊട്ടുപുരയിലെ സുന്ദരമായ കാഴ്ചകൾ തുടരുകയാണ്. അനീഷ് കാജങ്കാടിനൊപ്പം നടരാജ് പരശുറാം, മീഡിയ 1.